കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് 2019 ഇതേപോലെയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഇപ്പോൾ ഇത് വ്യാപകമായി ഇങ്ങനെയുള്ള പരാതികൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം, യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സാഹചര്യം, പണമില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും സ്ഥാനാർത്ഥികൾക്ക് പണമില്ല എന്നൊക്കെയുള്ള അങ്ങേയറ്റം ഗുരുതരമായൊരു പ്രതിസന്ധി ആ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ എന്നുള്ളത് എത്രത്തോളം ശുഭകരമാണ്? അനുജ, ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിനായി കേന്ദ്ര സർക്കാർ BJPയും ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഉന്നയിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ തുടർച്ചയായി പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കൾക്ക് നേരെ നടപടികൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ പരാതിയുമായി ഇന്ത്യ മുന്നണി തന്നെ രംഗത്തെത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായ നീക്കം ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് എന്ന പേരിൽ എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട പരാതി നൽകിയത്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മൗവ മൊയ്ത്രയുടെ വസതിയിൽ 5 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമാനമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഗൗരവത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. ഈ പരാതികളിൽ കഴമ്പുണ്ട് എന്ന പ്രാഥമികമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ തീരുമാനിച്ചത്. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിമിതികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു മാർഗനിർദ്ദേശം, കർശനമായ മാർഗനിർദ്ദേശം നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ കരട് തയ്യാറാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പ്രധാനമായും നിഷ്പക്ഷമായി മാത്രമേ നടപടികൾ എടുക്കാവൂ എന്ന കർശനമായ നിർദ്ദേശം ഏജൻസികൾക്ക് കമ്മീഷൻ നൽകും. ഒപ്പം തന്നെ ഈ ഏജൻസികളുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാർത്താക്കുറിപ്പുകളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടങ്ങളിലും ഈ നിഷ്പക്ഷത പൂർണ്ണമായും പുലർത്തണം എന്നുള്ള നിർദ്ദേശം നൽകും. കൂടാതെ അടിയന്തര സ്വഭാവമുള്ള, ഗുരുതര സ്വഭാവമുള്ള വിഷയങ്ങളിൽ ഒഴികെ ഇത്തരത്തിലുള്ള നടപടികൾ, അറസ്റ്റോ അല്ലെങ്കിൽ റെയ്ഡ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ആ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ 2019 സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏജൻസികൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നു. അനുജ, ഒപ്പം ഇതിൽ ഈ ഇന്നലെ പുറത്തു വന്ന വാർത്ത, ബൽറാം, ഏത് തരത്തിലേക്കാണ് ഒരു ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഇരുന്നു കൊണ്ട് എന്നൊരു ചോദ്യം, ED കസ്റ്റഡിയിലിരിക്കെ അത് എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചോദ്യം. അത് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനമോ ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരവ് പുറത്തിറക്കാൻ കഴിയുന്നത്? അതിൽ അന്വേഷണം നടത്തുകയാണ് ED എന്നുള്ളതാണ്. അതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് അറിയാം, മന്ത്രി അതിഷിയാണ് ഇത്തരത്തിലേക്കൊരു ഉത്തരവ് വായിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതെങ്ങനെ സാധിക്കുന്നു എന്നതിലുള്ള ദുരൂഹതയാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. തീർച്ചയായും അനുജ, ഇന്നലെ രാവിലെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദേശീയ ആസ്ഥാനത്തെ ലോക്കപ്പിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത്. ഒരു കുറിപ്പ് വഴിയാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയത് എന്ന വിവരം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നെങ്കിലും മന്ത്രി അതിഷി 10 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ആ കുറിപ്പ് പുറത്തുവിടുന്നത്. അതൊരു A4 ഷീറ്റിൽ പ്രിന്റ് ചെയ്ത നിലയിലുള്ള ഒരു ഉത്തരവാണ്. എന്നാൽ ഇത് പുറത്തു വന്നതിന് പിന്നാലെ BJP
അല്ല അതിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏജൻസികളിൽ നിന്നുള്ള സോഴ്സുകളാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം കേജ്രിവാളിന് നിലവിൽ ലോക്കപ്പിനകത്ത് മൊബൈൽ ഫോണോ അടക്കമുള്ള യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്ത ഒരു ഉത്തരവ് അദ്ദേഹത്തിന് ജയിലിൽ നിന്നും അയക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിൽ എങ്ങനെ വന്നു, എങ്ങനെ ഈ ആശയവിനിമയം സാധ്യമായി എന്നത് വിശദമായി തന്നെ പരിശോധിക്കുമെന്നും ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിവാദമായിരിക്കുന്നു ഈ ഉത്തരവ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം അതിഷിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇത്തരത്തിൽ ഉത്തരവുകൾ പുറത്തിറക്കാൻ കഴിയുമെന്നും വാട്സപ്പ് മുഖാന്തരം പോലും ഉത്തരവുകൾ ഇറക്കാൻ കഴിയും എന്ന് അതിഷി തന്നെ വിശദീകരിച്ചിരുന്നു. എന്തായാലും ഈ വിവാദം ഇപ്പോഴും പുകയുകയാണ്. കേജ്രിവാളിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് ഇ ഡി. കേജ്രിവാൾ പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡി ഇനിയും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ലേ? മറ്റൊന്ന്, ഏത് തരത്തിലേക്ക് ഇതിലൊരു പൊതുവെ പിന്തുണ നേടുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുന്നുണ്ട്? ഒരു വെബ്സൈറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നൊക്കെ അല്പസമയം മുൻപ് ആതിഷി പറയുന്നുണ്ടായല്ലോ. അനുജ, തീർച്ചയായും കേജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നേരത്തെ മറ്റ് രണ്ട് മുതിർന്ന നേതാക്കൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെയും സഞ്ജയ് സിംഗിന്റെയും കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങിയിരുന്നു. ഇരുവരും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നും കൂടുതൽ വിവരങ്ങൾ, പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി ഉന്നയിച്ചത്. കേജ്രിവാളിന്റെ കാര്യത്തിലും ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. കേജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടതെങ്കിൽ അത് 6 ദിവസമാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹോളിയുമായി ബന്ധപ്പെട്ട അവധി ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നടക്കം ഉള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചോദ്യം ചെയ്യല്, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി നീട്ടി വേണം എന്ന ആവശ്യം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ CBIയുടെ അന്വേഷണവും കേജ്രിവാൾ നേരിടുന്നുണ്ട്. CBIയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും. ഇക്കാര്യത്തിൽ ഈ ഏജൻസികൾ തമ്മിലുണ്ടാകുന്ന ധാരണയ്ക്ക് അനുസരിച്ചായിരിക്കും തുടർന്ന് CBI അറസ്റ്റിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇ ഡി കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും CBI ഇതേ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആം ആദ്മി പാർട്ടി സജീവമാക്കിയിരിക്കുന്നു. തെരുവിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിഷേധങ്ങളെ, ഈ പ്രചരണങ്ങളെ എത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേജ്രിവാളിന് പിന്തുണയുമായി വെബ്സൈറ്റ് അടക്കമുള്ള ക്രമീകരണങ്ങളുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ചേർന്ന കൂടിയാലോചന യോഗത്തിന്റെ ഭാഗമായാണ്. കേജ്രിവാളിനെ അറസ്റ്റ് അത് ആം ആദ്മി പാർട്ടി അഴിമതി പാർട്ടി എന്ന് ചിത്രീകരിച്ചുള്ള പ്രചരണം BJP സജീവമാക്കുമെന്ന് മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന നടപടി എന്ന് കൃത്യമായി ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വെച്ചുള്ള വിശാലമായ പ്രചരണത്തിനാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അനുജ, ബൽറാം നെടുങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകി.